നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ പി ഡിസിനെ കുറിച്ചാണ്. സെക്കൻഡ് ഓർഡർ പി ഡി എന്നുള്ള ഈ സെക്ഷനിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിസ് in two independent variables and one dependent variable. Okay, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി in two independent variables and one dependent variable. Okay, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ഈസ് ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. എ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി, സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി in two independent variables x and y and one dependent variable u is given by L of u equal to AUXX plus 2BUY 2XY plus CUYY plus DUX plus EUY plus FU equal to G. Equation number 1 where A, B, C, D, E, F and G are given functions, given functions in x and y, and u of x comma y is the unknown function, അതായത് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിൻ്റെ ഫോമാണ് ഇക്വേഷൻ നമ്പർ 1 തന്നിട്ടുള്ളത്. എൽ യു ഈക്വൽ ടു യു എന്നുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉള്ള ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി. ഈ യു എന്നുള്ള ഫംഗ്ഷൻ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ പി ഡി ഈ ഫോമിലായിരിക്കും. എ യു എക്സ് എക്സ് പ്ലസ് 2b xy plus CUYY plus DUX plus EUY plus FU equal to G. ഓക്കെ, ഇത് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ആവണമെങ്കിൽ എയും ബിയും സിയും സൈമൾട്ടേനിയസ്ലി സീറോ ആവരുത്. സൈമൾട്ടേനിയസ്ലി സീറോ ആയാൽ അവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഉള്ള ടേംസ് ഒക്കെ സീറോ ആയിട്ട് പോകും. ഒരു ഫസ്റ്റ് ഓർഡർ പി ഡിൻ്റെ ഫോമിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും എയും ബിയും സിയും സൈമൾട്ടേനിയസ്ലി സീറോ ആവില്ല. ഓക്കെ, അപ്പോൾ അത് അസ്യൂം ചെയ്യണം. അസ്യൂം എ ബി സി ഡി ഇ എ ബി സി ഡി എയും ബിയും സിയും
simultaneously 0 A, B and C don't vanish simultaneously. Okay, നമ്മൾ L നമ്മൾ ഉദ്ദേശിക്കുന്നത് L ഓപ്പറേറ്ററാണ്. ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഓപ്പറേറ്റർ യു എന്നുള്ള ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുക AUXX പ്ലസ് 2BUXY പ്ലസ് CUYY പ്ലസ് TUX പ്ലസ് EUY പ്ലസ് FU ഈക്വൽ ടു ഈ ഓപ്പറേറ്റർ L ഈക്വൽ ടു G ആണ്. ഓക്കെ, ഈക്വൽ ടു G. ഇനി ഈ പി ഡിൻ്റെ ഇക്വേഷൻ നമ്പർ 1 റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സെക്കൻഡ് ഓർഡർ പി ഡിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത് ഈ പാർട്ടാണ്. AUXX പ്ലസ് 2BUXY പ്ലസ് CUY എന്നുള്ള ഈ പാർട്ടിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയും. ഈ പ്രിൻസിപ്പൽ പാർട്ട് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ നമ്പർ 1ൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്താണെന്ന് പറയും. ഓക്കെ, ദി ഓപ്പറേറ്റർ L naught of U equal to AUXX plus 2BUXY plus CUYY is called principal part of L. Okay, L എന്നുള്ള ഓപ്പറേറ്ററിന്റെ പ്രിൻസിപ്പൽ പാർട്ട് ആയിട്ട് പറയും. called principal part of LU അല്ലെങ്കിൽ L. ഓക്കെ, ഈ പ്രിൻസിപ്പൽ പാർട്ട് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ ഡിസ്ക്രിമിനൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിസ്ക്രിമിനൻ്റ് ആണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിനു മുന്നേ ഈ ഇക്വേഷൻ ഒന്ന് നമ്പർ ചെയ്യാം, എവിടെയെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാം. The discriminant of L notate ചെയ്യുക, del of L is equal to B square minus AC. B square minus AC നെ നമ്മൾ ഡിസ്ക്രിമിനൻ്റ് ഓഫ് L എന്നാണ് പറയുക. L എന്താണ് നമ്പർ ചെയ്തിട്ടുണ്ട്. L of U equal to AUXX plus 2BUXY plus CYY plus DUX plus EUY plus FU equal to G എന്നുള്ള ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് എ സി ആണ് ഡിസ്ക്രിമിനൻ്റ് ആയിട്ട് വരിക. ഡിസ്ക്രിമിനൻ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് എൽ വെച്ചിട്ടാണ്. എൽ എന്നുള്ള ഓപ്പറേറ്ററിൻ്റെ ഡിസ്ക്രിമിനൻ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസ്ക്രിമിനൻ്റ് വെച്ചിട്ട് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡിസ്ക്രിമിനൻറ്റിൻ്റെ സൈൻ വെച്ചിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ 0 ആവുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ ആ പോയിന്റിൽ നമുക്ക് ഈ പി ഡിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നൗ വി classify the second order
linear PDE according to the sign of del of L, delta of L. Okay. For discriminant equation 1 കൺസിഡർ ചെയ്യുക. ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി കൺസിഡർ ചെയ്യുക, 1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ബി സ്ക്വയർ മൈനസ് എ സി കൺസിഡർ ചെയ്യുക. ബി സ്ക്വയർ മൈനസ് എ സി ഒരു പോയിന്റിൽ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കരുതുക. എക്സ് വൈ എന്നുള്ള ഒരു പോയിന്റിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് പി ഡി ഇ ഹൈപ്പർബോളിക്കാന്ന് പറയും. ഓക്കെ, അതാണ് ഒന്നാമത്തെ നോട്ട്, ഒന്നാമത്തെ ഡെഫിനിഷൻ. ക്ലാസിഫിക്കേഷൻ ഫോർ ഡെഫിനിഷൻ. Equation 1 is said to be hyperbolic at a point xy, if del of L at xy is greater than 0. ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഒരു പോയിന്റ് എക്സ് വൈയിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റിൽ പി ഡി ഇ ഹൈപ്പർബോളിക് ആണെന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽ ഓഫ് എല്ലിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുക. ബി സ്ക്വയർ മൈനസ് എ സി, ബിയും എയും സിയും ഒക്കെ നോൺ ഫങ്ഷൻസ് ആണ് എക്സ് വൈയിലുള്ളത്. അപ്പോൾ ബി സ്ക്വയർ ഓഫ് എക്സ് കോമ വൈ മൈനസ് ബി സ്ക്വയർ ഓഫ് എക്സ് കോമ വൈ മൈനസ് എ ഓഫ് എക്സ് വൈ ഇൻറ്റു സി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എക്സ് വൈ എന്നുള്ള പോയിന്റിൽ പി ഡി ഇ ഹൈപ്പർബോളിക് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ, ബി സ്ക്വയർ മൈനസ് എ സി ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സ് വൈ എന്നുള്ള പോയിന്റിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ പി ഡി ആ പോയിന്റിൽ പരാബോളിക് ആണെന്ന് പറയാം. ഓക്കെ, എഴുതാം. ഇക്വേഷൻ 1 is said to be parabolic at a point x comma y if delta of L of x comma y equal to 0, that is b square of xy minus a of xy into c of xy equal to 0. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റ് എക്സ് വൈ എന്നുള്ള പോയിന്റിൽ പി ഡി പരാബോളിക് എന്ന് പറയാം. ഇനി ലെസ് ദാൻ 0 ആകുമ്പോൾ, ഡിസ്ക്രിമിനൻ്റ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്ക് പി ഡി എലിപ്റ്റിക് എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തെ ഡെഫിനിഷൻ. ഇക്വേഷൻ 1 is said to be elliptic at a point x comma y if the discriminant del of L of xy, del of L of xy less than 0, that is del of L b square of x comma y minus a of xy
into c of xy less than 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ xy എന്നുള്ള പോയിന്റിൽ പി ഡി ഇ എലിപ്റ്റിക് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു ഡൊമൈനിൽ R2ലുള്ള ഒരു ഡൊമൈനാണ് ഒമേഗ എന്ന് പറയുന്നത്. R2ൻ്റെ സബ്സെറ്റാണ്, മാത്രമല്ല അതൊരു ഡൊമൈനാണ്. ഡൊമൈനോട് ഉദ്ദേശിക്കുന്നത് ഒമേഗ ഡൊമൈന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഓപ്പൺ സെറ്റ് ആണ്, മാത്രമല്ല അത് കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ഡൊമൈൻ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു സെറ്റ് R2ൽ ഒമേഗ എന്നുള്ള ഒരു സെറ്റ് R2ൽ ഡൊമൈൻ ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് R2ൻ്റെ സബ്സെറ്റ് ആവണം, മാത്രമല്ല ആ സബ്സെറ്റ് R2ൽ ഓപ്പൺ ആവണം, ഓപ്പൺ സെറ്റ് ആവണം വിത്ത് റെസ്പെക്ട് ടു യൂഷ്വൽ മെട്രിക്. യൂഷ്വൽ മെട്രിക്കിൽ അല്ലെങ്കിൽ യൂഷ്വൽ ടോപ്പോളജിയിൽ ഒമേഗ ഓപ്പൺ ആവണം, മാത്രമല്ല കണക്റ്റഡും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെറ്റിനെ, ഒമേഗ എന്നുള്ള സെറ്റിനെ ഡൊമൈൻ എന്ന് പറയും. അപ്പോൾ ഒരു ഡൊമൈനിൽ എപ്പോഴാണ് ഒരു പി ഡി ഇ ഹൈപ്പർബോളിക് ആവുക, എലിപ്റ്റിക് ആവുക, പരാബോളിക് ആവുക എന്നൊക്കെയാണ് ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതുക. ലെറ്റ് ഒമേഗ ബി എ ഡൊമൈൻ in R2. Then equation 1 is hyperbolic or parabolic or elliptic. ഓക്കെ, ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക. ആദ്യം ബ്രാക്കറ്റ് ഇല്ലാതെ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നോക്കുക. ലെറ്റ് ഒമേഗ ബി എ ഡൊമൈൻ ഇൻ R2, then equation 1 is hyperbolic in omega if it is hyperbolic at all points in omega. അതായത് ഒമേഗ എന്നുള്ളൊരു ഡൊമൈൻ കൺസിഡർ ചെയ്യുക R2ൽ. ഇക്വേഷൻ 1 നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ഇ ഹൈപ്പർബോളിക് ഇൻ ഒമേഗ എന്ന് പറയുക. അപ്പോൾ ഒമേഗ എന്നുള്ള സെറ്റിലെ എല്ലാ പോയിന്റിലും പി ഡി ഇ ഹൈപ്പർബോളിക് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒമേഗ എന്നുള്ള സെറ്റിൽ, ഒമേഗ എന്നുള്ള ഡൊമൈനിൽ പി ഡി ഇ ഹൈപ്പർബോളിക് ആണെന്ന് പറയാം. ഇതേപോലെ തന്നെ പാരാബോളിക്, എലിപ്റ്റിക് എന്നുള്ള കേസിലൊക്കെ നമുക്ക് ഇതേപോലെ പറയാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ മാറ്റിയത്. ലെറ്റ് ഒമേഗ ബി എ ഡൊമൈൻ ഇൻ R2, then equation 1 is parabolic in omega if it is parabolic at all points in omega. അതേപോലെ തന്നെ എലിപ്റ്റിക്കിന്റെ കേസിൽ ഇങ്ങനെയാണ് വരിക. ലെറ്റ് ഒമേഗ ബി എ ഡൊമൈൻ ഇൻ R2, then equation 1 is elliptic in omega if it is elliptic at all points in omega. ഓക്കെ, അപ്പോൾ ഒരു ഡൊമൈനിലെ നമ്മുടെ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി
പി ഡിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. എക്സാമ്പിൾ 1. ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി കൺസിഡർ ചെയ്യുക. യു എക്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ യു വൈ വൈ ഈക്വൽ ടു 0. അതാ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി കൺസിഡർ ചെയ്യും. നമുക്ക് ഇനി ചെയ്യാനുള്ളത് തന്നിട്ടുള്ള ഈ പി ഡി ഏതൊക്കെ പോയിന്റ്സിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് എലിപ്റ്റിക് ആവുക, അല്ലെങ്കിൽ ഹൈപ്പർബോളിക് ആവുക, അല്ലെങ്കിൽ പരാബോളിക് ആവുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഡിസ്ക്രിമിനന്റ് കണ്ടുനോക്കാം. ഡിസ്ക്രിമിനന്റ് ഇവിടുത്തെ എൽ ഓപ്പറേറ്റർ എന്താ? എൽ ഓഫ് യു ഈക്വൽ ടു യു എക്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ യു വൈ വൈ. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യുക. എ ഈക്വൽ ടു എ ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ 1 ആണ്. ബി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ 0 ആണ്. കാരണം ഈ പി ഡിയിൽ യു എക്സ് വൈ എന്നുള്ള സെക്കൻഡ് ഓർഡർ മിക്സ്ഡ് ഡെറിവേറ്റീവ് ഇല്ല. കാരണം അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആയിട്ട് പോയിട്ടുണ്ടാവും. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് വരിക 2b ആണ്. 2 0 അല്ല. അപ്പോൾ ബി ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ എക്സ് വൈ എന്നുള്ള എല്ലാ പോയിന്റിലും ബി എന്നുള്ള ഫംഗ്ഷൻ 0 ആണ്. സി ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഡിസ്ക്രിമിനന്റ് കണ്ടുനോക്കുക. ഡെൽ ഓഫ് എൽ ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു വി 0 എ ഓഫ് എക്സ് വൈ 1 സി എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് എക്സ് സ്ക്വയർ നമ്മൾക്കറിയാം. എക്സ് സ്ക്വയർ എപ്പോഴും സ്ക്വയർ ആണ്. അപ്പോൾ എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആവില്ല. ഓക്കെ, നോൺ പോസിറ്റീവ് എന്ന് പറയും. അപ്പോൾ വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 0 ആവുന്ന കേസ് ഏതാ? മൈനസ് എക്സ് സ്ക്വയർ 0 ആവും, എക്സ് ഈക്വൽ ടു 0 ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലെയിനിലുള്ള എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ് ഏതാ? എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് വൈ ആക്സിസ് ഇതേപോലുള്ള പോയിന്റ്സ് 0, വൈ ഇതേപോലുള്ള പോയിന്റ്സിലാണ് എക്സ് ഈക്വൽ ടു 0 വരിക. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ എടുത്താൽ നമുക്ക് ഹോൾ വൈ ആക്സിസ് കിട്ടും. അതായത് വൈ ആക്സിൽ നമ്മുടെ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് എ സി 0 ആവും വൈ ആക്സിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ പി ഡി ഇ പരാബോളിക് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന കേസിൽ എല്ലാം മൈനസ് എക്സ് സ്ക്വയർ സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ വൈ ആക്സിൽ മാത്രമാണ് പി ഡി ഇ പരാബോളിക് ആവുക. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും പി ഡി ഇ എലിപ്റ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 0 if x equal to 0, less than 0 if x not equal to 0. Okay, therefore conclude ചെയ്യുക. x equal to 0 ആവുന്ന പോയിന്റ്സിലൊക്കെ പരാബോളിക് ആയിരിക്കും. അതായത് ഇതേപോലുള്ള പോയിന്റ്സിൽ R2ൽ ഇതേപോലുള്ള പോയിന്റ്സ് ആണ് x equal to 0 ആവുക. ഈ പോയിന്റ്സ് ഏതാ? x ആക്സിസ്. y ആക്സിസ് ഉള്ള പോയിന്റ്സ് ആണ് 0, y ഉള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ എഴുതുക. Therefore the given PD is parabolic. മൈനസ് എക്സ് സ്ക്വയർ 0 ആവുന്ന പോയിന്റ്സിൽ പരാബോളിക് ആവും. അതായത് എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റിൽ പരാബോളിക് ആവും. പരാബോളിക് ഇൻ എക്സ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്സ് ഏതായിരിക്കും? ഇൻ 0, y ഇതേപോലുള്ള പോയിന്റ്സ്,
y belongs to R. ഇതേപോലുള്ള പോയിന്റ്സിൽ ഈ കളക്ഷനിൽ വരുന്ന പോയിന്റ്സിലൊക്കെ പി ഡി ഇ പരാബോളിക് ആയിരിക്കും. ആൻഡ് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും ഗിവൺ പി ഡി ഇ എലിപ്റ്റിക് ആയിരിക്കും. ഓക്കെ, ആൻഡ് എലിപ്റ്റിക് ഇൻ ബാക്കിയുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ R2 മൈനസ് R2 ഡിഫറൻസ് 0, y ബിലോങ്സ് ടു R. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും പി ഡി എലിപ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 2. e raised to 2x into uxx plus 2e raised to x plus y uxy plus e raised to 2y uyy equal to 0. ഈ പി ഡി ഏതൊക്കെ പോയിന്റ്സിൽ ഹൈപ്പർബോളിക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പാരാബോളിക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എലിപ്റ്റിക് ആവുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യാം. ജനറൽ ഫോം എൽ യു ഈക്വൽ ടു എ യു എക്സ് എക്സ് പ്ലസ് 2b യു എക്സ് വൈ പ്ലസ് സി യു വൈ വൈ പ്ലസ് ഡി യു എക്സ് പ്ലസ് ഇ യു വൈ പ്ലസ് എഫ് യു ഈക്വൽ ടു ജി എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നിട്ടുള്ള ജനറൽ ഫോം കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സെക്കൻഡ് എക്സാമ്പിളിലുള്ള പി ഡി ഇ എ എന്നുള്ള ഫംഗ്ഷൻ ഇ റേസ് ടു 2x ആണ് മനസ്സിലാവുക. ബി എന്നുള്ള ഫംഗ്ഷൻ 2b എന്താണ്? 2b 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ വരും. അപ്പോൾ ബി എന്നുള്ള ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. സി ഇ റേസ് ടു 2y. ഓക്കെ, എയും ബിയും സിയും കിട്ടിയാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പി ഡി ഇനെ. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്ക്രിമിനൻ്റ് കാണും. ഡെൽ ഓഫ് എൽ ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബി ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ബി സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ വരും. അതായത് ഇ റേസ് ടു 2x പ്ലസ് വൈ കിട്ടും. ഓക്കെ, മൈനസ് എ ഇ റേസ് ടു 2x ബി ഇ റേസ് ടു 2y. സിംപ്ലിഫൈ ചെയ്താൽ ഇ റേസ് ടു 2x പ്ലസ് 2y മൈനസ് ഇ റേസ് ടു 2x പ്ലസ് 2y. സോറി, ഇവിടെ ഇ ആണ് 2y. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, എല്ലാ പോയിന്റിലും ഡിസ്ക്രിമിനന്റ് 0 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റിലും R2ലുള്ള എല്ലാ പോയിന്റിലും നമ്മുടെ ഗിവൺ പി ഡി ഇ പരാബോളിക് എന്ന് പറയും. ഡിസ്ക്രിമിനന്റ് 0 ആവുന്നുണ്ട്. Therefore, the given PDE is parabolic in R2. R2ലുള്ള എല്ലാ പോയിന്റിലും ഗിവൺ പി ഡി ഇ പരാബോളിക് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്പർ 3. Consider u xx equal to 1 by k square utt. k ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പി ഡി ഇക്ക് ഒരു നെയിം ഉണ്ട്, വേവിക്കേഷൻ ആണ്. നമുക്ക് ഈ പി ഡിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ വേവിക്കേഷൻ,
അതായത് യു എക്സ് എക്സ് ഈക്വൽ ടു 1/k² UTT എന്നുള്ള ഈക്വേഷൻ പരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ ഹൈപ്പർബോളിക് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം ഈക്വേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ PD കാണുമ്പോൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ യു ആണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും ടിയും ആണ്. ഓക്കെ, എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും ടിയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും ടിയും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ യു ആണ് മനസ്സിലാക്കണം. ഓക്കെ, കെ കോൺസ്റ്റൻ്റ് ആണ്, കെ കോൺസ്റ്റൻ്റ്, നോൺ സീറോ കോൺസ്റ്റൻ്റ്, കെ സ്ക്വയർ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ജനറൽ ഫോമുക്ക് കൺവേർട്ട് ചെയ്യാം. ജനറൽ ഫോമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എപ്പോഴും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ള ഫോമും ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലാത്ത വരുന്ന ടേംസ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്ന ടേംസ് യു എക്സ് എക്സ് മൈനസ് 1/k² UTT ഈക്വൽ ടു 0 അങ്ങനെ ജനറൽ ഫോമുക്ക് കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഇവിടെ എ ഈക്വൽ ടു എ എന്നുള്ള ഫംഗ്ഷൻ യു എക്സ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഫംഗ്ഷൻ 1 ആണ്. ബി യു എക്സ് ടീൻ്റെ മിക്സ്ഡ് ഡെറിവേറ്റീവ് വരുന്ന ടേമിൻ്റെ കോയിഫിഷ്യൻ്റ്, അത് അങ്ങനെ ഒരു ടേം ഇവിടെ ഇല്ല, അതായത് ബി എന്നുള്ള ഫംഗ്ഷൻ 0 ആണ്. സി യു ടി ടീൻ്റെ കോയിഫിഷ്യൻ്റ് 1/k² -1/k². ഓക്കെ, ഇനി ഡിസ്ക്രിമിനൻ്റ് കാണാം, del of L ഈക്വൽ ടു B² മൈനസ് AC. B² എന്താണ് 0² മൈനസ് A1 C മൈനസ് 1/k². സിംപ്ലിഫൈ ചെയ്യുക, 1/k² വരും. കെ നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ k² പോസിറ്റീവ് ആവും, അപ്പോൾ 1/k² പോസിറ്റീവ് ആവും. This will be strictly greater than 0. So the given PDE is hyperbolic. Bolic in all points of R2, അതായത് in R2, at all points of R2, അതായത് in R2 ഉള്ള എല്ലാ പോയിന്റ്സിലും നമ്മുടെ വേവ് ഇക്വേഷൻ ഹൈപ്പർബോളിക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 4. കൺസിഡർ യു എക്സ് എക്സ് ഈക്വൽ ടു 1/k² UT. ഇക്വേഷന് പേരുണ്ട് ഹീറ്റ് ഇക്വേഷൻ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഹീറ്റ് ഇക്വേഷൻ. കൂടുതലായിട്ട് പഠിക്കാനുണ്ട് ഇക്വേഷനെ കുറിച്ചിട്ട്, വേവ് ഇക്വേഷനെ കുറിച്ചിട്ടും ഹീറ്റ് ഇക്വേഷനെ കുറിച്ചിട്ടും. ഹീറ്റ് ഇക്വേഷനെ ജനറൽ ഫോം കൺവേർട്ട് ചെയ്യാം. അപ്പോൾ യു എക്സ് എക്സ് മൈനസ് 1/k² UT ഈക്വൽ ടു 0. ഇനി എയും ബിയും സിയും ഒക്കെ എന്താണെന്ന് എഴുതുക. എ 1 ആണ്, ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യും. ബി 0 ആണ്, സി 0 ആണ്. ഓക്കെ, പിന്നെ യു ടീൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് ആവശ്യമില്ല, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സിൻ്റെ കോയിഫിഷ്യൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആവശ്യമില്ല, അപ്പോൾ 1/k² ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്ക്രിമിനൻ്റ് കാണാം. ഡിസ്ക്രിമിനൻ്റ് ഡെൽറ്റ ഓഫ് എൽ ഈക്വൽ ടു B² minus AC, which will be equal to B0, for B² 0 minus 1 into 0, that will be equal to 0. Therefore conclude ചെയ്യാം, the given PDE is
parabolic at all points of R in R2. Okay, ഇനി അടുത്ത example number 5. Number 5. Uxx plus uyy equal to 0. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഇക്വേഷന് പേരുണ്ട് ലാപ്ലാസ് ഇക്വേഷൻ. ലാപ്ലാസ് ഇക്വേഷൻ നമ്മൾ കോംപ്ലക്സ് അനാലിസിസിലൊക്കെ ഇക്വേഷൻ കേട്ടിട്ടുണ്ടാവും. അനാലിറ്റിക് ഫംഗ്ഷൻ അനാലിറ്റിസിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുന്നിടത്ത് ലാപ്ലാസ് ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ പി ഡി ജനറൽ ഫോമിൽ തന്നെയാണ്. അപ്പോൾ എയും ബിയും സിയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0. കാരണം മിക്സ്ഡ് ഡെറിവേറ്റീവ്സ് വരുന്ന ടേം യു ഓഫ് എക്സ് വൈൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേഷനിൽ 0 ആണ്, അതായത് ബി 0 ആണ്. സി ഈക്വൽ ടു 1. ഇനി ബി സ്ക്വയർ മൈനസ് എ സി കണ്ടുനോക്കുക, അതായത് ഡിസ്ക്രിമിനൻ്റ് കാണാം. ഡെൽ ഓഫ് എൽ ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 സ്ക്വയർ മൈനസ് എ 1 സി ഈക്വൽ ടു 1. ഓക്കെ, simplify minus 1. Okay, so can conclude the given PDE is elliptic at all points of R2, that is in R2. Okay, ഇതാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ പറയാനുള്ളത്. താങ്ക് യു.